ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് 2016 മെയ് 25-നാണ്. ഏതാനും മാസം പിന്നിട്ടപ്പോൾ കേന്ദ്രം ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയില്ല കേരളം എന്ന പേരിൽ നമ്മുടെ മേൽ കർശനമായ നടപടികളാണ് പിന്നെ സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ധൃതി പിടിച്ചാണ് 2016 നവംബർ മാസം മുതൽ ഭക്ഷ്യഭദ്രതാ നിയമം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ആരംഭിച്ചത്. ആ നവംബർ മാസം മുതൽ നമ്മൾ വളരെ സമയബന്ധിതമായും വളരെ ജാഗ്രതയോടും കൂടി പ്രവർത്തിച്ചു. ഇപ്പോൾ സംസ്ഥാനത്തെമ്പാടും കമ്പ്യൂട്ടർവൽകൃത ആധാരാധിഷ്ഠിത റേഷൻ വിതരണം ഭക്ഷ്യഭദ്രതാ നിയമം അനുശാസിക്കുന്ന പ്രകാരം നമുക്ക് നടപ്പിലാക്കാനായി. ആ പടവുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് വലിയൊരു ഭഗീരഥ പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് മുൻഗണന അടിസ്ഥാനത്തിൽ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കലാണ്. ഗുണഭോക്താക്കളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നതിന് ഒരു വലിയ സർവേ തന്നെ മാസങ്ങളോളം എടുത്ത് നടത്തേണ്ടതുണ്ടായിരുന്നു. നമ്മളതിന് സാവകാശം കേന്ദ്രത്തോട് ചോദിച്ചു. എന്നാൽ കേന്ദ്രം അതിനനുവദിച്ചില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തയ്യാറാക്കി വെച്ച വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക നമുക്ക് തയ്യാറാക്കേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാന്യ വിതരണം നടത്തേണ്ടി വന്നു. ഒട്ടേറെ പരാതിയിൽ വരുത്തിയ ഒരു കാര്യമായിരുന്നു അത്. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി പ്രോസസ്സിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പരാതികളെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അർഹതപ്പെട്ടവരെ കണ്ടെത്താനും അനർഹരെ തിരിച്ചറിയാനും ഉള്ള ശ്രമങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടേയിരുന്നത്. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് വിതരണം ഏതാണ്ട് ക്രമം തെറ്റി നിശ്ചലമായിരുന്നു, മുടങ്ങിക്കിടന്നിരുന്നു എങ്കിൽ 80 ലക്ഷത്തിൽ പരം റേഷൻ കാർഡ് പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യാൻ ഈ ഗവൺമെൻറ്റിനായി. നമ്മുടെ FCIയിൽ നിന്നെടുക്കുന്ന ധാന്യം അത് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റിലെ ഗോഡൗണിൽ സപ്ലൈക്കോ സംഭരിച്ച് സൂക്ഷിച്ച് 14,335 റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി വിതരണം നടത്തുന്നു. അവിടെ ലഭ്യമാക്കുന്ന ധാന്യങ്ങൾ കൃത്യമായ അളവിൽ വളരെ സുതാര്യമായി അത് ബഹുജനങ്ങളിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനമാണ് ഈ പോസ്റ്റ് മെഷീൻ ഉപയോഗിക്കുക വഴി സാധ്യമാക്കുന്നത്. അത് പരിപൂർണമായി നടപ്പിൽ വരുത്തുവാൻ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം സംസ്ഥാനത്തെമ്പാടും വളരെ ഫലപ്രദമായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുണഭോക്താവ് റേഷൻ വാങ്ങാൻ വരുന്നതിന് മുമ്പ് റേഷൻ കടയിൽ ധാന്യം എത്തിയിരിക്കുന്നു, ഇത്തവണത്തെ വിതരണത്തോത് ഇന്നതാണ് എന്ന് അവരുടെ മൊബൈൽ വഴി മെസ്സേജ് വഴി അവരെ അറിയിക്കുകയാണ്. ആ പ്രകാരമുള്ള ധാന്യം അവർക്ക് ലഭ്യമാക്കാൻ റേഷൻ കടകളിൽ ഒരുക്കിയിട്ടുണ്ട്. റേഷൻ കടകളിൽ വന്ന് ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഓരോ വ്യക്തികളെയും തിരിച്ചറിഞ്ഞ് അവർക്ക് അർഹതപ്പെട്ട വിഹിതം കൊടുക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. അവർ വാങ്ങും കൃത്യമായ അളവിൽ എന്നുള്ളത് അവരും ഉറപ്പുവരുത്തുന്നു. അങ്ങനെ ധാന്യം സുതാര്യമായി വിതരണം സംസ്ഥാനത്തെമ്പാട് നടക്കുന്നു. അത് എവിടെ ഇരുന്നും ഏതൊരാൾക്കും പരിശോധിക്കാവുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് പരിശോധിക്കാം. DSOമാർക്ക് ജില്ലകൾക്ക് പരിശോധിക്കാം. TSOമാർക്ക് താലൂക്ക് കേന്ദ്രങ്ങളിൽ നിന്ന് പരിശോധിക്കാം. ഇനി അതിനുപരി ഇത് ആർക്കും സിവിൽ സപ്ലൈസിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഇതെല്ലാം ഏത് റേഷൻ കടയിൽ എത്ര അളവിൽ അരി കൊടുത്തു, എത്ര പേർക്ക് കൊടുത്തു, സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നറിയാനുള്ള വളരെ സുതാര്യമായ സംവിധാനം ഇന്ന് വന്നു കഴിഞ്ഞു. മുൻഗണനാ പട്ടിക പ്രസിദ്ധീകരിച്ച് ആദ്യ സന്ദർഭത്തിൽ 16 ലക്ഷം ആക്ഷേപങ്ങളാണ്, പരാതികളാണ് സംസ്ഥാനത്തെമ്പാടുമായി ഞങ്ങൾക്ക് ലഭിച്ചത്. ആ പരാതികൾ പ്രോസസ്സ് ചെയ്ത് അതിൽ അർഹതപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത് റാങ്കിങ് നടത്തിക്കൊണ്ടാണ് പട്ടിക പിന്നീട് പ്രസിദ്ധീകരിക്കുന്നത്. ആ പട്ടിക പ്രസിദ്ധീകരണത്തിന് നൽകിയതിന് ശേഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം ഞങ്ങൾ കേട്ടു. അതുവഴി 7 ലക്ഷത്തിൽ പരം പരാതികൾ വീണ്ടും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ആ 7 ലക്ഷം പരാതികളും ഞങ്ങൾ പ്രോസസ്സ് ചെയ്തു. സ്പോട്ട് വെരിഫിക്കേഷൻ നടത്തേണ്ടത് അങ്ങനെ നടത്തിക്കൊണ്ട് അതിലും അർഹതപ്പെട്ടവരെ 5 ലക്ഷം ആളുകളെ കണ്ടെത്തി അവരെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾ അനർഹരെ കണ്ടെത്താൻ നിരവധി മാർഗങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ റേഷൻ കട വ്യാപാരികൾ അനർഹർ അവരുടെ റേഷൻ കടയിൽ മുൻഗണനാ പട്ടിക വന്നിട്ടുണ്ടെങ്കിൽ അവർ കണ്ടെത്തി തരണം എന്ന് റിക്വസ്റ്റ് ചെയ്തു. മാനദണ്ഡങ്ങൾക്ക് ഉപരിയായി ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ പരിശോധനയിൽ കണ്ടെത്തണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ പൊതുജനങ്ങളോട് ഞങ്ങൾ റിക്വസ്റ്റ് നടത്തി. അനർഹരുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ആർക്ക് വേണമെങ്കിലും നമ്മുടെ വകുപ്പ് അധികാരികളോട്. അങ്ങനെ ഞങ്ങളുടെ റിക്വസ്റ്റും ഈ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടും വളരെ ചുരുക്കം ആളുകളാണ് സറണ്ടർ ചെയ്തത്. സറണ്ടർ ചെയ്യണമെന്ന് ഞങ്ങൾ അപ്പീൽ നടത്തിയിട്ടും ഉണ്ടായത് വളരെ ചുരുക്കമാണ്. എന്നാൽ ഞങ്ങൾ ചീഫ് സെക്രട്ടറി വഴി ഒരു ഉത്തരവ് ഇറക്കി. അതിൽ പറഞ്ഞത് സർക്കാർ ജീവനക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അവർ ശമ്പളം വാങ്ങുന്നതിന് മുമ്പ് റേഷൻ കാർഡിൻ്റെ കോപ്പി ബന്ധപ്പെട്ട ഡ്രോയിങ് ഓഫീസർ മുമ്പിൽ സമർപ്പിക്കണം എന്ന്. അപ്പോഴാണ് 1,00,000 റേഷൻ കാർഡ് ഒന്നിച്ച് സറണ്ടർ ചെയ്തത്. ആ നടപടി വീണ്ടും പ്രവർത്തനങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2,65,000 അനർഹരെ ഞങ്ങൾ കണ്ടെത്തി, അവരെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് അർഹരെ ഉൾപ്പെടുത്തി. അത് ഏതാണ്ട് പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനർഹരെ കണ്ടെത്തുന്ന ജോലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. LHD ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 1000 സ്ക്വയർ ഫീറ്റ് മേൽ വിസ്തീർണമുള്ള വീടുകൾ ആർക്കൊക്കെയാണെന്ന് കണ്ടെത്തി അത് ഞങ്ങൾ അങ്ങനെ മാനദണ്ഡം വെച്ച് പരിശോധന നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ 4 ചക്ര വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ളവരെ ആര് എന്ന് അവരുടെ ലിസ്റ്റ് നമ്മുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ വാങ്ങി അത് വെച്ച് ഞങ്ങൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 ഏക്കറിന് മേൽ ഭൂമിയുള്ളവരെ കണ്ടെത്തി അവരുടെ കാര്യങ്ങളും തിട്ടപ്പെടുത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സാണ്. ഉപഭോക്തൃ കോടതികൾ, ജില്ലാ ഫോറങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഫലപ്രദമാക്കാൻ പല തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് പെട്ടെന്ന് തീർപ്പുണ്ടാക്കുക, കൺസ്യൂമർ ഫോറങ്ങളുടെ ഒഴിവിലേക്കുള്ള നിയമനങ്ങൾ നടത്താനുള്ള നടപടികളും വേഗത്തിലാക്കി. കൺസ്യൂമർ അഫയേഴ്സ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഭക്ഷ്യവകുപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, സിവിൽ സപ്ലൈസ് വകുപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ ഗവൺമെൻറ് തീരുമാനിച്ചു അതിനൊരു ഡയറക്ടറേറ്റ് രൂപം കൊടുക്കാനായിട്ട്. ആ കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറങ്ങൾ, ജില്ലാ ഫോറങ്ങൾ നല്ലവണ്ണം പ്രവർത്തിക്കുകയാണ്. ഉപഭോക്തൃ നിയമം സംസ്ഥാനത്തെമ്പാടും നല്ലവണ്ണം നടപ്പിലാക്കാൻ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് സംവിധാനമാകെ കുറെക്കൂടി ഫലപ്രദമാക്കാൻ ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപഭോക്തൃ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അവർക്ക് അനുഭവവേദ്യമാകാനും അവർക്കത് സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം സംസ്ഥാനത്തെമ്പാടും സംഘടിപ്പിക്കുവാനും ഉപഭോക്തൃ ഫോറങ്ങൾ വളരെ ഫലപ്രദമായി ഇടപെടാനൊക്കെ എല്ലാ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ സ്കൂളുകളിലും ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ നിയോജകമണ്ഡലത്തിലും ഞങ്ങൾ കൺസ്യൂമേഴ്സിൻ്റെ ഫോറങ്ങൾക്ക് രൂപം കൊടുക്കാൻ തീരുമാനമെടുക്കുന്നുണ്ട്. പിന്നെ വ്യാപകമായ പ്രസിദ്ധീകരണങ്ങളിലൂടെയുള്ള പ്രചരണം അതും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൺസ്യൂമറുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അളവിലും തൂക്കത്തിലും ജനങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ കർക്കശമായ നടപടികൾ ഇന്നിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ആർക്കും പരാതി കൊടുക്കാൻ കഴിയും വിധം അതും നല്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രംഗത്തും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ബഹുമാന്യ മുഖ്യമന്ത്രി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകുന്ന ഗ്രാൻഡ് 70 കോടിയിൽ നിന്നും 180 പിന്നീട് 200 കോടിയിലേക്കും വർദ്ധിപ്പിച്ചു. നമ്മുടെ ഈ ഗവൺമെൻറ് നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു. ആ സന്ദർഭത്തിൽ അതിനു മുൻപും ഈ ഗവൺമെൻറ് വിലക്കയറ്റം കർക്കശമായി നേരിടും, വിലക്കയറ്റം പിടിച്ചു നിർത്തും എന്ന്. അതിന് പ്രായോഗികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഗവൺമെൻറ് നല്ല നിശ്ചയമുണ്ടായിരുന്നു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിതരണം ചെയ്യുന്ന 13 അവശ്യ സാധനങ്ങൾ, സബ്സിഡിയോടുകൂടി നൽകുന്ന 13 അവശ്യ സാധനങ്ങൾ, ആ സാധനങ്ങൾക്ക് ഒരിക്കലും ഈ 5 വർഷത്തിനുള്ളിൽ വില വർദ്ധിപ്പിക്കില്ല. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്ത് വിലയ്ക്കാണത് വിൽക്കുന്നത് ആ വിലയ്ക്ക് തന്നെ ഞങ്ങൾ 5 വർഷക്കാലവും വിതരണം ചെയ്യും, മാർക്കറ്റിൽ എത്ര പ്രതികൂലമായ സാഹചര്യം ഉണ്ടായാലും.
അങ്ങനെ ഈ 2 വർഷക്കാലവും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്തു എന്ന് മാത്രമല്ല, നിരവധി ഉൽപ്പന്നങ്ങളുടെ വില മാർക്കറ്റിൽ കുറഞ്ഞപ്പോൾ ഞങ്ങളും കുറയ്ക്കാൻ തയ്യാറായി. പല ഉൽപ്പന്നങ്ങളുടെയും പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി കുറച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ച തീരുമാനങ്ങൾ, സപ്ലൈക്കോ നൽകുന്ന 13 അവശ്യ സാധനങ്ങളുടെ ആ സബ്സിഡി വില, അത് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഉള്ള വിലയ്ക്ക് മാർക്കറ്റിൽ വന്ന കുറവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനേക്കാളും കുറച്ച് ഇപ്പോൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും ഇനിയും 1 രൂപ വർദ്ധിപ്പിക്കില്ല ആ ഉൽപ്പന്നത്തിന്. അതാണ് മാർക്കറ്റ് ഇൻ്റർവെൻഷന് ഏറ്റവും ഫലപ്രദമായി ഞങ്ങൾ നടത്തിയ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സബ്സിഡിക്ക് വെളിയിലുള്ള മറ്റുൽപ്പന്നങ്ങൾ, അത് ഫാസ്റ്റ് മൂവിങ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് വളരെ റീസണബിൾ റേറ്റിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കേന്ദ്രങ്ങളായി സപ്ലൈക്കോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളെയും മാറ്റി. 1550ഓളം വരുന്ന ഔട്ട്ലെറ്റുകൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിരവധി മാവേലി സ്റ്റോറുകൾ, നിരവധി സൂപ്പർ മാർക്കറ്റുകൾ, മിനി സൂപ്പർ മാർക്കറ്റുകൾ, പീപ്പിൾസ് ബസാർ ഉൾപ്പെടെ നിരവധിയായ ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്തിൻ്റെ നിരവധി ഭാഗങ്ങളിൽ പുത്തനായിട്ട് ആരംഭിക്കുകയുണ്ടായി. അതോടൊപ്പം ഇപ്പോഴും പലയിടത്തും ആരംഭിക്കാൻ കഴിയും വിധം സൂപ്പർ മാർക്കറ്റുകളും മാവേലി സ്റ്റോറുകളും സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാവേലി സ്റ്റോറുമില്ലാത്ത പഞ്ചായത്ത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്നൊരടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും ഞങ്ങൾ സമയബന്ധിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മൊബൈൽ മാവേലി സ്റ്റോറുകളും അതിൻ്റെ പ്രവർത്തനവും ഫലപ്രദമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ ന്യായവിലയ്ക്ക്, വളരെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ആ ഇൻ്റർവെൻഷനിലൂടെ ഞങ്ങൾ നടത്തുന്നത്. അത് ഫലപ്രദമായി നടത്തുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു സംസ്ഥാനം, വിലക്കുറവുള്ളൊരു സംസ്ഥാനം കേരളമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നെല്ല് സംഭരണം, അതിൻ്റെ പ്രോസസ്സിങ്, അത് PDSലേക്ക് വരുമ്പോൾ ഉള്ള അതിൻ്റെ വിതരണം, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നെല്ല് സംഭരണം ഇത്തവണ കാര്യമായ ഒരു പരാതിക്കും ഇടവില്ലാത്തവണ്ണം കാലേകൂട്ടി ഞങ്ങൾ തയ്യാറെടുപ്പ് നടത്തി ഉദ്യോഗസ്ഥന്മാർ നല്ല പരിശീലനം കൊടുത്ത് വളരെ ഫലപ്രദമായി നടത്തി എന്ന് തീർച്ചയായും പറയാൻ കഴിയും. എന്ന് മാത്രമല്ല, കൃഷിക്കാരിൽ നിന്ന് നെല്ല് സംഭരിച്ചാൽ അവർക്ക് പണം കിട്ടുന്നത് എത്രയോ മാസങ്ങൾ കഴിഞ്ഞായിരുന്നു ഇതിനു മുൻപ്. എന്നാൽ ഈ ഗവൺമെൻറ് വന്ന് തീരുമാനമെടുത്തു, കൃഷിക്കാരിൽ നെല്ല് സംഭരിച്ചാൽ ആ സമയത്ത് അവർക്ക് പണം കിട്ടണം. ഞങ്ങൾ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സഹായത്തോടെ കൃഷി വകുപ്പ് മന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത്, സഹകരണ മന്ത്രിയും കൂടി പങ്കെടുത്ത് നിരവധി യോഗങ്ങൾ നടത്തി. ആ യോഗങ്ങളിലുണ്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിങ് കൺസോർഷ്യവുമായി ബന്ധപ്പെട്ട് അവരുമായി ചേർന്ന് കൈക്കൊണ്ട തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിങ് കൺസോർഷ്യത്തിലെ നിരവധി ബാങ്കുകളുമായി കരാർ ഉണ്ടാക്കി. സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നെല്ല് സംഭരിച്ചാൽ 3-ാം നാൾ അവർക്ക് പണം കിട്ടുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ ആ സിസ്റ്റം വന്നു കഴിഞ്ഞു. അവർക്ക് കൃഷിക്കാരൊക്കെ വളരെ സന്തുഷ്ടരാണ്. ഈ കഴിഞ്ഞ ദിവസവും കുട്ടനാട്ടിൽ ഞാൻ ചെന്നപ്പോൾ പണം വളരെ വേഗം കിട്ടി എന്ന് പറഞ്ഞു. എന്നാൽ നമ്മളുണ്ടാക്കിയ കരാറിന് വെളിയിൽ ഇപ്പോഴും കൃഷിക്കാർ, വേറെ ബാങ്കുകൾ അക്കൗണ്ടുള്ളവർ, അവർക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കാനും സപ്ലൈക്കോ ഇപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. നെല്ല് സംഭരണം പൊതുവിൽ സംസ്ഥാനത്ത് ഇത്തവണ വലിയ പരാതിക്കിടവില്ലാത്തവണ്ണം നിർവഹിക്കാനായി എന്നതിൽ തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. ഒരു കാര്യം, നെല്ലിൻ്റെ ഗുണമേന്മ വളരെ പ്രധാനപ്പെട്ടതാണ്. നെല്ല് നാം സംഭരിച്ച് പ്രോസസ്സ് ചെയ്യാൻ സ്വകാര്യ മില്ലുകളെയാണ് ഏൽപ്പിക്കുന്നത്. നമ്മളായിട്ടുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മില്ലുകളെ ഏൽപ്പിക്കുമ്പോൾ അവർ 1 ക്വിൻ്റൽ നെല്ലെടുത്താൽ 68 കിലോ അരി നമുക്ക് തരണം. ആ അരിയുടെ ഔട്ടേണിനെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. ആ തർക്കം കൊണ്ടായതിനെ തുടർന്ന് ബഹുമാന്യ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത മീറ്റിങ്ങിൽ വെച്ചൊരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി പഠിച്ച് നൽകിയ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. എന്നാൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഔട്ടേൺ കേന്ദ്രം ഇതുവരെയും അനുവദിച്ചു തന്നിട്ടില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ നെല്ലിൻ്റെ ഗുണമേന്മ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം നമുക്ക് തരുന്ന അരിയും വളരെ പ്രധാനപ്പെട്ടതാണ്.
കേരളത്തിലെ PDS സിസ്റ്റം വഴി വിതരണം ചെയ്യാൻ ഈ അരി ഉപയോഗിച്ചേ മതിയാവും, കേന്ദ്രത്തിൻ്റെ താങ്ങുവില വാങ്ങിക്കുന്നതുകൊണ്ട്. കേന്ദ്രം അത്രയും കുറച്ച് അരി നമുക്ക് അലോട്ട് ചെയ്യൂ FCI വഴി. ആ അരി ജനങ്ങൾക്ക് ഒരിക്കലും കഴിയാത്ത ഗുണമേന്മയില്ലാത്ത അരിയാണ്. ഇതിനു മുമ്പ് പലപ്പോഴും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. എന്നാൽ അത് കർക്കശമായി ഞങ്ങൾ നേരിട്ടു. അതിനെ ഗുണമേന്മയുള്ള അരി തന്നേ മതിയാവൂ എന്ന അടിസ്ഥാനത്തിൽ നിർബന്ധപൂർവം നടപടികളെടുത്തു. അരി നല്ല ക്വാളിറ്റിയുള്ള അരി ഇപ്പോൾ ലഭിച്ചു തുടങ്ങി. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി അത് വിതരണം ചെയ്യുന്നു. ജനങ്ങൾ തന്നെ അത് തലകുലുക്കി സമ്മതിക്കുന്ന ഒന്നാണ്. പൊതുവിതരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ എടുത്തതാണ്. അത് ഒല്ലൂരാണ്, ഒല്ലൂർ നിയോജകമണ്ഡലത്തിലാണ് ശ്രീ രാജൻ MLA പിന്തുണയോടെ ആദ്യം അവിടെ നടത്തി. വളരെ വിജയകരമായി. ഊരുകൾക്ക് അടുത്ത് കൊണ്ടുപോയി ആദിവാസികൾക്ക് അവർക്ക് കൃത്യം അവകാശപ്പെട്ട 35 കിലോ ധാന്യം ഒരു മണി പോലും കുറയാതെ കൊടുക്കുന്നു എന്നുള്ളത് അത് പ്രധാനപ്പെട്ടൊരു സംഭവമായിരുന്നു. അതിനുശേഷം തൃശ്ശൂർ തന്നെ ചാലക്കുടിയിൽ ശ്രീ BD ദേവസി MLA മണ്ഡലത്തിലും ഞങ്ങൾ അത് നടത്തി. വളരെ ഭംഗിയായിരുന്നു. വാഴച്ചാൽ എന്ന പ്രദേശത്ത് വളരെ വിജയകരമായി. ഇനി ബഹുമാന്യ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചു സംസ്ഥാനത്തെമ്പാടും ആ നടപടികൾ സ്വീകരിക്കണം. ആ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതോടൊപ്പം വിശപ്പ് രഹിത കേരളം പദ്ധതി അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 80 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി നീക്കിവെച്ചത്. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതി ആരംഭം കുറിച്ചു. അവിടെ നിരവധിയായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കൊടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ വളരെ വളരെ മിനിമൈസ്ഡ് റേറ്റിൽ, അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഒന്നുമില്ലാത്തവർക്കും പൈസയൊന്നുമില്ലാതെ വരുന്നവർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണശാല ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ഭക്ഷണശാല അതിൻ്റെ പ്രവർത്തനം ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ തീയതി കിട്ടിയതിന് ശേഷം അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വെച്ചിരിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷം 14 കോടി രൂപ ആ പദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പദ്ധതി ആരംഭിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പല രൂപത്തിൽ അതിൻ്റെ അവസാനവട്ട ചർച്ചകളിലേക്ക് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. പല രൂപത്തിൽ നമുക്ക് പദ്ധതി നിർവഹിക്കാൻ കഴിയും. ആദിവാസി കേന്ദ്രങ്ങളിൽ, കടലോര പ്രദേശങ്ങളിൽ, വളരെ പുവർ സെക്ഷൻസ് താമസിക്കുന്ന പ്രദേശങ്ങളിൽ, നഗരപ്രദേശങ്ങളിലും അങ്ങനെ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ആ പദ്ധതി വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഈ സാമ്പത്തിക വർഷം ആദ്യം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ അതിൻ്റെ വിപണനത്തിന് സുതാര്യത അതാണ് ഏറ്റവും പ്രധാനം. അളവിലും തൂക്കത്തിലും ഉപഭോക്താക്കൾ ഒരിക്കലും വഞ്ചിതരാകാതിരിക്കാൻ ലീഗൽ മെട്രോളജി വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. അവരുടെ ഇടപെടൽ കൊണ്ട് റവന്യൂ ഇൻകം കൂടി. അവരുടെ ഇടപെടൽ കൊണ്ട് വിലക്കയറ്റത്തെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനായി. ഗുണഭോക്താക്കൾക്ക് അർഹതപ്പെട്ട ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു, അളവിൽ കിട്ടുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമുക്കറിയാം ഏത് ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ സിമൻറ്റ് 50 കിലോ പാക്കറ്റാണ്. ആരും തൂക്കി നോക്കാറില്ല. ലീഗൽ മെട്രോളജി കണ്ടുപിടിച്ചു കഴിഞ്ഞിടയ്ക്ക് അതിൽ 5-6 കിലോ കുറച്ച് ജനങ്ങളെ പറ്റിക്കുക. തക്കതായ നടപടിയെടുത്തു. നമ്മുടെ പാചകവാതകം സിലിണ്ടറിൽ നിറച്ചു തരുന്നത് നമ്മുടെ ദേശീയകൃത കമ്പനികളുടേത് തന്നെയാണ്. പക്ഷേ അളവിൽ കുറവായിരുന്നു. നടപടിയെടുത്തു. അതിലൊക്കെ കൃത്യത വരുത്താൻ അത്തരം നടപടികളും ഇടപെടലുകളും സഹായിച്ചു. പാക്ക്ഡ് മെറ്റീരിയൽസ് നിയമപ്രകാരം ആ പാക്ക് ചെയ്ത് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റേതായ അടിസ്ഥാനത്തിൽ അളവ്, അതിൻ്റെ വില അതെല്ലാം കൃത്യതയോട് ചെയ്യേണ്ടതാണ്. അതും പല സന്ദർഭത്തിലും വെട്ടിപ്പിന് ജനങ്ങൾ വിധേയരാവാറുണ്ട്. GST നടപ്പാക്കിയ ആദ്യ സന്ദർഭം നമ്മുടെ അവശ്യ സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചു, ഞങ്ങൾക്കറിയാം അങ്ങനെ വിലവർദ്ധിക്കേണ്ട കാര്യമില്ല. എന്നാൽ വിലവർധനവുണ്ടായി. അരിക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും വില കൂടിയതായി വലിയ വാർത്തയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ വലിയ ഷോപ്പിംഗ് മാളുകളിൽ
ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുമ്പോൾ അരി പാക്ക് ചെയ്ത് വരുന്ന അരി അത് പഴയ വില MRP അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് പുതുക്കിയ കൂടിയ വില സ്റ്റിക്കറായി പതിപ്പിച്ച് ജനങ്ങളെ കൈകാര്യം ചെയ്യായിരുന്നു. കർശന നടപടി സ്വീകരിച്ചപ്പോൾ വില താഴോട്ട് വന്നു. വില താഴോട്ട് വന്നു എന്നുള്ളത് അങ്ങനെ നിരവധിയായ ഇടപെടലുകൾ നടത്തിയപ്പോഴാണ്. ആർക്കും ഒരു പരാതി കൊടുക്കാൻ കഴിയും വിധം പരാതിക്കുള്ള സൗകര്യങ്ങൾ, പരാതി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരിപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. നെല്ല് സംഭരണവും കൃത്യമായ വില കിട്ടുന്നതും ഭക്ഷ്യവകുപ്പുമായി ചേർന്ന് നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. രണ്ടാമത്തത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഔട്ട്ലെറ്റിനോട് ചേർന്ന് ഹോർട്ടികോർപ്പിൻ്റെ പച്ചക്കറി കേന്ദ്രങ്ങൾ, വിപണന കേന്ദ്രങ്ങൾ മിക്കവാറും എല്ലായിടത്തും ഞങ്ങൾ അവർക്ക് സൗകര്യം കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഔട്ട്ലെറ്റ്, പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റിനോടൊപ്പം നടത്താൻ ഓണക്കാലത്തും അതുപോലുള്ള ഉത്സവവേളകളിലും നടത്തുന്ന ചന്തകളിൽ ഹോർട്ടികോർപ്പിൻ്റെ പച്ചക്കറി വിപണന കേന്ദ്രങ്ങൾ ഇതിനോടനുബന്ധമായി നടത്താൻ ഞങ്ങൾ സൗകര്യമൊരുക്കി കൊടുക്കുകയാണ്. ഇനിയും അത്തരം സന്ദർഭങ്ങൾ ഫലപ്രദമായി നടത്തണം. അതോടൊപ്പം ഞങ്ങൾ ഇതിനേക്കാൾ കുറെ കൂടി വളരെ വിപുലമായ അടിസ്ഥാനത്തിൽ വിപണന കേന്ദ്രങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ കൃഷി വകുപ്പിൻ്റെ പിന്തുണയിൽ ഇക്കാര്യങ്ങൾ നിർവഹിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കുറെ കൂടി വിപുലമായ അടിസ്ഥാനത്തിലും അതോടൊപ്പം കുറെ കൂടി സേവനങ്ങൾ ലഭ്യമാകുന്ന കേന്ദ്രങ്ങളാക്കിയും ഈ പൊതുവിതരണ കേന്ദ്രങ്ങളെ മാറ്റാനും കുറെക്കൂടി നല്ല ആഴത്തിൽ ഇടപെടൽ നടത്തുന്ന കേന്ദ്രങ്ങളാക്കി നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളെ മാറ്റി തീർക്കാനും ഒക്കെയുള്ള നല്ല ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്താൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിന്നിട്ട 2 വർഷക്കാലം ഒട്ടേറെ കാര്യങ്ങളാണ് ജനനന്മയെ ലാക്കാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 2 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഒട്ടേറെ നേരം പറയാനുണ്ട്. ഓരോ വകുപ്പിലും, എല്ലാ വകുപ്പിലും ഏതാണ്ട് മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തനങ്ങൾ ജനക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്നു എന്നുള്ളത് കാണാൻ കഴിയും.